രാവിലെ തന്നെ ബിരിയാണി വെച്ച് മൂന്നാറിന് വിളിച്ചാലോ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ സെഡ്ഗോ ട്രാവൽസിൻ്റെ ഒരു ബസ്സും ബുക്ക് ചെയ്ത് 2K കിഡ്സിൻ്റെ കൂടെ 296 നേരെ മൂന്നാർ പോകാനുള്ള പ്ലാൻ. ഈ 2K കിഡ്സ് ഒക്കെ ഒരു ബസ് ടൂർ ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു ബസ് വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരും കൂടുതൽ നോക്കിയിട്ടാണ് അവർ ആ ബസ് ബുക്ക് ചെയ്യുക. ബസ്സിൽ ലേസർ ഉണ്ടോ, ബസ്സിൻ്റെ സീറ്റൊക്കെ എങ്ങനെയുണ്ട്, ബസ്സിൽ നിന്ന് ഡാൻസ് കളിക്കാൻ സ്ഥലമുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെഡ്ഗോയുടെ ബസ് ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ പിള്ളേർ ബസ്സിൽ ഓരോ സ്റ്റെപ്പ് ഇടുന്നത് കണ്ടാണ്ടല്ലോ, നമുക്ക് അറിയാണ്ടൊന്നും ഡാൻസ് കളിക്കാൻ തോന്നിട്ടോ. ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗ്യാപ്പ് റോഡ് പോകാം, അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം, തിരിച്ച് ഒരു 2 മണിക്ക് മുമ്പ് പാലക്കാട് റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാം. റിസോർട്ടിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് അന്ന് അവിടെ സ്റ്റേ അടിച്ച് പിറ്റേ ദിവസം അവിടെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ ഇറങ്ങി വട്ടവടേക്ക് പോകാം. ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല സംതൃപ്തിയായിട്ടാണ്. നല്ല അടിപൊളി റിസോർട്ടാണ്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്, ഒരു ആകാശ സൈക്ലിംഗ് ഉണ്ട്, അതുകൂടെ അതൊരു നെറ്റ് കിട്ടിയിട്ട് നമ്മൾ കുറച്ച് പേരത്തിൽ കൂടെ ഒരു അരുവി ക്രോസ് ചെയ്ത് നടക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഗംഭീര ബ്രേക്ക്ഫാസ്റ്റാണ്. 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ബൊഫെ, ഒത്തിരി ഐറ്റംസോട് കൂടിയൊരു ബൊഫെ. അതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് വട്ടവടയ്ക്ക് വിടുകയാണ്. സാരഥി അനൂപിൻ്റെ നിർബന്ധപ്രകാരം അനൂപൊന്നും ജീപ്പ് എടുത്തില്ലെങ്കിൽ വട്ടവടയിൽ ഒന്നും കാണാനില്ല. അതുകൊണ്ട് അനൂപിൻ്റെ നിർബന്ധപ്രകാരം പ്ലാൻ നേരെ മാറ്റി അവിടെ ചെന്ന് 24 പേർക്ക് 3 ജീപ്പ് ബുക്ക് ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ 3 ജീപ്പിലായിട്ട് എല്ലാവരും കയറി ഒരു 25 കിലോമീറ്ററോളം ഈ ജീപ്പ് നമ്മൾ ട്രക്കിംഗ് പോലെ എല്ലായിടത്തേക്കും കൂടെയും കൊണ്ടുപോയി 6 സ്പോട്ട് കാണാനുണ്ട്. ഒരു ഗുഹയുണ്ട്, ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു 6 സ്ഥലങ്ങൾ കാണാനുണ്ട്. 6 സ്ഥലങ്ങൾ കറങ്ങി നമ്മൾ തിരിച്ച് ബസ്സിൻ്റെ അടുത്ത് ബസ് എവിടെ പാർക്ക് ചെയ്തോ അവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വട്ടവടയിൽ നിന്ന് ട്രക്കിങ് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റ് അവിടേക്ക് ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് തല കാണിച്ചെന്നുള്ള രീതിയിൽ അവിടെ ഇറങ്ങി നേരെ തിരിച്ച് വന്ന് കോതമംഗലത്ത് വന്ന് കുഴിമന്തിയും കഴിച്ച് വീട്ടിലെത്തിക്കാം.